A rectangle was made using a string of 60 cm long. Ratio of its width and height is 3:2. What is the width and height in centimeters? അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വിഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ 3:2 ആണല്ലേ. ഓക്കെ, അപ്പോൾ വിഡ്ത്ത് 3ഉം ഹൈറ്റ് 2ഉം ആണെങ്കിൽ പെരിമീറ്റർ എന്തായിരിക്കും? പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ എന്താ? 2 ഇൻറ്റു വിഡ്ത്ത് പ്ലസ് ഹൈറ്റ് ആണല്ലേ. ദാറ്റ് ഈസ് 2 ഇൻറ്റു വിഡ്ത്ത് 3 അല്ലേ, ഹൈറ്റ് 2 അല്ലേ. 3 + 2 5 ആണ്, 5 × 2 10 ആണല്ലേ. അപ്പോൾ പെരിമീറ്റർ 10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അതിനർത്ഥം എന്താ? പെരിമീറ്റർ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വിഡ്ത്ത് 3 സെൻറ്റിമീറ്ററും ഹൈറ്റ് 2 സെൻറ്റിമീറ്ററും ആയിരിക്കും. പക്ഷെ നമ്മുടെ പെരിമീറ്റർ എന്താണ്? ഇവിടെ 60 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള സ്ട്രിങ് കൊണ്ടാണ് റെക്ടാങ്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ 60 സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ അല്ലേ. അപ്പോൾ ഇഫ് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ, പെരിമീറ്റർ 60 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ദെൻ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു എത്രയാണ്? ഹൈറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പെരിമീറ്റർ 10 ആണെങ്കിൽ വിഡ്ത്ത് 3 സെൻറ്റിമീറ്ററും ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ട്. ഇനി പെരിമീറ്റർ എന്താണ്? 60 ആവണം. അപ്പോൾ 10നെ 60 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 6 ചെയ്യണം അല്ലേ. അപ്പോൾ പെരിമീറ്റർ നമ്മൾ എന്ത് ചെയ്തു? 10നെ 60 ആക്കി. 10 സെൻറ്റിമീറ്റർ 60 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 6 ചെയ്യണം അല്ലേ. 10 × 6 അല്ലേ 60. അപ്പോൾ നമ്മൾ വിഡ്ത്തിനെയും എന്ത് ചെയ്യണം? ഇൻറ്റു 6 ചെയ്യണം. വിഡ്ത്ത് 3 അല്ലായിരുന്നോ? അപ്പോൾ 3 × 6 അത് എത്രയാണ്? 18 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റോ? ഹൈറ്റ് ആദ്യം 2 അല്ലായിരുന്നോ? അതിന് ഇൻറ്റു 6 ചെയ്യണം. 2 × 6 അത് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് 18 സെൻറ്റിമീറ്ററും ഹൈറ്റ് എന്താണ്? 12 സെൻറ്റിമീറ്ററും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് പാർട്ട് ഓഫ് വിഡ്ത്ത് ഈസ് ഹൈറ്റ്? വിഡ്ത്തിൻ്റെ എത്ര പാർട്ടാണ് ഹൈറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ് റേഷ്യോ 3:2 ആണല്ലേ. അതിനർത്ഥം എന്താണ്? വിഡ്ത്ത് ബൈ ഹൈറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 3/2 എന്നാണ് അർത്ഥം അല്ലേ. പക്ഷെ നമുക്ക് കണ്ടത് ഹൈറ്റ് എത്രയാണെന്നാണ് അല്ലേ. വിഡ്ത്തിൻ്റെ എത്ര പാർട്ടാണ് ഹൈറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹൈറ്റ് ആണ് കണ്ടത്. പക്ഷേ ഹൈറ്റ് ഇവിടെ ഡിനോമിനേറ്ററിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ റെസിപ്രോക്കൽ എടുക്കാം. രണ്ട് ഫ്രാക്ഷൻ്റെയും റെസിപ്രോക്കൽ എടുക്കാം. അപ്പോൾ വിഡ്ത്ത് ബൈ ഹൈറ്റിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? ഹൈറ്റ് ബൈ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 3/2ൻ്റെ റെസിപ്രോക്കൽ 2/3. രണ്ട് ഭാഗത്തും റെസിപ്രോക്കൽ എടുക്കണം, രണ്ട് ഫ്രാക്ഷൻ്റെയും, അല്ലെങ്കിൽ ഇക്വേഷൻ തെറ്റാവും. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലും, ഡിനോമിനേറ്ററിലോ ന്യൂമറേറ്ററിലും. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ബൈ വിഡ്ത്ത് എത്രയാണ്? 2/3 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് വിഡ്ത്ത് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബൈ വിഡ്ത്തിനെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു വിഡ്ത്ത് ആവും അല്ലേ. സോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു വിഡ്ത്ത് എന്ന് വരും. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? 2/3 ആണ്. ഓക്കെ, ഇനി സി, if the ratio of the width and height of the rectangle having the same perimeter is 2:3, what is its height? അപ്പോൾ വിഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ 2:1 ആണെങ്കിൽ പെരിമീറ്റർ 60 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിഡ്ത്ത് നമ്മൾ 2 സെൻറ്റിമീറ്ററും ഹൈറ്റ് 1 സെൻറ്റിമീറ്ററും ആണെങ്കിൽ പെരിമീറ്റർ എന്തായിരിക്കും? പെരിമീറ്റർ അനാലിക്കേഷൻ എന്താ? 2 ഇൻറ്റു വിഡ്ത്ത് പ്ലസ് ഹൈറ്റ് ആണല്ലേ. ദാറ്റ് ഈസ് 2 ഇൻറ്റു വിഡ്ത്ത് 2 അല്ലേ. അപ്പോൾ 2 പ്ലസ് ഹൈറ്റ് 1 ആണ്. 2 + 1 3, 3 × 2 6 ആണല്ലേ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ ഉണ്ടാവുക. അതിനർത്ഥം എന്താണ്? പെരിമീറ്റർ 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വിഡ്ത്ത് 2 സെൻറ്റിമീറ്ററും ഹൈറ്റ് 1 സെൻറ്റിമീറ്ററും ആണ്. പക്ഷേ നമ്മുടെ പെരിമീറ്റർ എത്രയാണ്? 60 ആണല്ലേ. അപ്പോൾ ഇഫ് പെരിമീറ്റർ ഈസ് 60 സെൻറ്റിമീറ്റർ ദെൻ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു എത്രയാണ്? ഹൈറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈറ്റ് മാത്രം കണ്ടാൽ മതി. ഓക്കെ, വിഡ്ത്ത് ചോദിച്ചിട്ടില്ല. സിയിൽ നമുക്ക് ഹൈറ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഹൈറ്റ് എത്രയാണ്? പെരിമീറ്റർ ആദ്യം എത്രയായിരുന്നു? 6 ആയിരുന്നു. പിന്നെ അതെന്തായി? 60 ആയി. ഓക്കെ, അപ്പോൾ 6നെ 60 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 10 ചെയ്യണം അല്ലേ. അപ്പോൾ ഹൈറ്റ് എന്ത് ചെയ്യും? ഹൈറ്റ് ആദ്യം 1 സെൻറ്റിമീറ്റർ അല്ലായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 10 ചെയ്യണം. കാരണം പെരിമീറ്ററിനെ നമ്മൾ ഇൻറ്റു 10 ചെയ്യുമ്പോഴാണ് 60 കിട്ടിയത്. അപ്പോൾ ഹൈറ്റിനെയും നമ്മൾ ഇൻറ്റു 10 ചെയ്യണം. ആദ്യം 1 അല്ലായിരുന്നു. അപ്പോൾ 1 × 10 അതായത് 10 സെൻറ്റിമീറ്റർ ആണ് ആൻസർ. ഓക്കെ,
ഇനി ഡി നോക്കാം. If width of a rectangle is half meter and height is 1/3 meter, which of the following statement is correct about the ratio of its width and height? അപ്പോൾ വിഡ്ത്ത് 1/2 മീറ്ററും ഹൈറ്റ് എന്താണ് 1/3 മീറ്ററും ആണ്. അപ്പോൾ വിഡ്ത്ത് ബൈ ഹൈറ്റ് കണ്ടുപിടിക്കാം. വിഡ്ത്ത് എത്രയാണ് 1/2 ആണ്, ഹൈറ്റ് ബൈ 1/3 ആണ് അല്ലേ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം 1/2 ബൈ 1/3. ബൈ എ ഫ്രാക്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം ഇൻറ്റു അതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ. അപ്പോൾ ഇൻറ്റു ബൈ 1/3 എന്ന് വെച്ചാൽ ഇൻറ്റു 1/3യുടെ റെസിപ്രോക്കൽ. 1/3യുടെ റെസിപ്രോക്കൽ 3/1 ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും ന്യൂമറേറ്ററിൽ 1ഉം 3 അല്ലേ. അപ്പോൾ 1 × 3 3, ഡിനോമിനേറ്ററിൽ 2ഉം 1 ആണ്. അപ്പോൾ 2 × 1 2, അപ്പോൾ 3/2 ആണ്. അപ്പോൾ വിഡ്ത്ത് ബൈ ഹൈറ്റ് 3/2 എന്ന് കിട്ടി അല്ലേ. അതായത് വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ് എന്ന് പറയുന്ന റേഷ്യോ എന്താണ് 3:2 ആണ്. ഓക്കെ, അപ്പോൾ 3:2 വരുന്ന വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ് റേഷ്യോ 3:2 വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ. അപ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, jar 1 contains 3/4 part of water and jar 2 contains half part of water in it. What is the ratio of quantity of water in jar 1 and jar 2? അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ജാർ 1 ബൈ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ജാർ 2 കാണാം. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ജാർ 1 എന്താ 3/4 പാർട്ട് ഓഫ് വാട്ടർ ആണ് അല്ലേ. അപ്പോൾ 3/4 ബൈ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ജാർ 2 എത്രയാണ് ഹാഫ് പാർട്ടാണ്, അതായത് 1/2 പാർട്ടാണ് അല്ലേ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം 3/4 ബൈ 1/2 എന്ന് പറഞ്ഞാൽ എന്താ ഇൻറ്റു അതിൻ്റെ റെസിപ്രോക്കൽ. 1/2ൻ്റെ റെസിപ്രോക്കൽ എന്താ 2/1 ആണ് അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററിൽ 3 × 2 അത് 6 ആണ്, ഡിനോമിനേറ്ററിൽ 4 × 1 അത് 4 അല്ലേ. അപ്പോൾ 6നെ നമുക്ക് എങ്ങനെ എഴുതാം 3 × 2 എന്ന് എഴുതാം, ബൈ 4നെ നമുക്ക് 2 × 2 എന്ന് എഴുതാം. ന്യൂമറേറ്ററിലുള്ള 2ഉം ഡിനോമിനേറ്ററിൽ 2ഉം കൂടി ക്യാൻസൽ ചെയ്യാം, ബാക്കിയുള്ള 3/2 ആണല്ലേ. അപ്പോൾ എന്താണ് 3/2 ആണ് ആൻസർ. അപ്പോൾ റേഷ്യോ എന്താണ് 3:2. Salim made rose color paint by mixing white and red paints. He added 2 liters of red paint into 6 liters of white paint. How many liters of red paint should he add into 7.5 liters of white paint to get same color? അതായത് സലീം റോസ് കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ലിറ്റർ റെഡ് കളർ പെയിൻറ്റും 6 ലിറ്റർ വൈറ്റ് കളർ പെയിൻറ്റും കൂടി ആഡ് ചെയ്തു. ആദ്യത്തെ റേഷ്യോ എന്താണ് റെഡ് ഈസ്റ്റ് വൈറ്റ് അല്ലെങ്കിൽ റെഡ് ബൈ വൈറ്റ്. അത് എത്രയാണ് 2 ലിറ്റർ റെഡ് അല്ലേ. അപ്പോൾ 2 ബൈ വൈറ്റ് എത്രയാണ് 6, 2/6 ആയിരുന്നു അല്ലേ. അതായത് 2/6 ആയിരുന്നു. 2നെ നമുക്ക് 2 × 1 എന്ന് എഴുതാം, 6നെ നമുക്ക് 3 × 2 എന്ന് എഴുതാം. ന്യൂമറേറ്ററിലുള്ള 2ഉം ഡിനോമിനേറ്ററിലുള്ള 2ഉം കൂടി ക്യാൻസൽ ചെയ്ത് ബാക്കി 1/3 ആണ് അല്ലേ. അപ്പോൾ റെഡ് ബൈ വൈറ്റ് എന്ന് പറയുന്നത് 1/3 ആണ്. പിന്നെ വൈറ്റ് പെയിൻറ്റ് എത്ര ആഡ് ചെയ്ത് 7.5 ആയി അല്ലേ. അപ്പോൾ വൈറ്റിന് പകരം 7.5 കൊടുക്കാം. റെഡ് എത്ര ആഡ് ചെയ്തെന്ന് അറിയില്ല, ബൈ വൈറ്റിന് പകരം 7.5 ഈക്വൽ ടു സെയിം റേഷ്യോ തന്നെയാണ് അല്ലേ. റെഡ് ബൈ വൈറ്റിൻ്റെ റേഷ്യോ എന്ന് 1/3 തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റെഡിൻ്റെ എമൗണ്ട് കാണാം. അതിന് വേണ്ടിയിട്ട് ഈ ബൈ 7.5നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 7.5 ആകും അല്ലേ. സോ റെഡ് ഈസ് ഈക്വൽ ടു 1/3 × 7.5. ദാറ്റ് ഈസ് 1/3 × 7.5 എന്ന് വെച്ചാൽ എത്രയാണ് 7. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണല്ലോ, ഇതിനെ സാധാ ഫ്രാക്ഷൻ ആക്കാം. 7 × 2 അത് എത്രയാണ് 14 ആണ്, പ്ലസ് ന്യൂമറേറ്റർ 1 ബൈ ഡിനോമിനേറ്റർ 2 ദാറ്റ് ഈസ് 15/2 ആണല്ലേ. അപ്പോൾ 7.5ന് പകരം നമുക്ക് 15/2 എന്ന് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് 1 × 15 ദാറ്റ് ഈസ് എന്ത് 15/3 × 2 6 എന്ന് വരും അല്ലേ. 15നെ നമുക്ക് 5 × 3 എന്ന് എഴുതാം, 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതാം അല്ലേ. കാരണം 5 × 3 എന്ന് വെച്ചാൽ 15, 2 × 3 എന്ന് വെച്ചാൽ 6 ആണ്. സോ ന്യൂമറേറ്ററിലുള്ള 3ഉം ഡിനോമിനേറ്ററിലുള്ള 3ഉം കൂടി ക്യാൻസൽ ചെയ്ത് ബാക്കി 5/2 ആണ്. 5/2 എന്ന് വെച്ചാൽ 2.5 ആണല്ലേ. അല്ലെങ്കിൽ 2.5 എന്ന് എഴുതാം. 2.5 ലിറ്റർ റെഡ് പെയിൻ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, the width of rectangle is 3 meter and height is
50 സെൻറ്റിമീറ്റർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റേഷ്യോ ഓഫ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്? അതായത് വിഡ്ത്ത് ബൈ ഹൈറ്റ് കാണണം. വിഡ്ത്ത് എത്രയാണ്? 3 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. പക്ഷേ ഹൈറ്റ് എത്രയാണ്? 50 സെൻറ്റിമീറ്റർ ആണ്. ഒന്ന് മീറ്ററും ഒന്ന് സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ രണ്ടും ഒരേ യൂണിറ്റ് ആക്കണം. അപ്പോൾ മീറ്ററിന് ഒരു മീറ്റർ എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 3 മീറ്റർ എന്തായിരിക്കും? 3 × 100, അതായത് 300 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 3 മീറ്ററിന് പകരം നമുക്ക് 300 സെൻറ്റിമീറ്ററോ, പിന്നെ 50 ഓൾറെഡി സെൻറ്റിമീറ്ററിലാണല്ലോ, അങ്ങനെ എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് 300 എന്ന് വെച്ചാൽ എന്താ? 3 × 100 ആണല്ലേ, ബൈ 50. അപ്പോൾ 100/52 ആണ്. 3 × 2 6 ആണല്ലേ. അപ്പോൾ 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 6/1 എന്ന് എഴുതാമല്ലോ. 6/1 എന്ന് വെച്ചാൽ 6 ആണ്. ബൈ ഹൈറ്റ് 6/1 ആണ്. അപ്പോൾ വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ് എന്താ? 6:1 ആണല്ലേ. അപ്പോൾ ഡി ആണ് ആൻസർ. What is the highest power of 7 that can divide the product of numbers from 1 to 25 without a remainder? അതായത് 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ്, എല്ലാ നമ്പേഴ്സിൻ്റെയും പ്രൊഡക്റ്റിനെ 7ൻ്റെ ഏത് ഹയസ്റ്റ് പവറോട് ഡിവൈഡ് ചെയ്താലാണ് റിമൈൻഡർ കിട്ടാതിരിക്കുക, റിമൈൻഡർ 0 കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1 മുതൽ 25 വരെ 7ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 7 × 1 7 ഉണ്ടാവും. 7 × 2 എന്താണ്? 14 ഉണ്ട്. പിന്നെ 7 × 3 21 ആണ്. പിന്നെ 7 × 4 28 ആണ്. 28 അല്ല, 1 to 25 വരെയാണ് അല്ലേ. എത്ര 7 വരും ഈ പ്രോഡക്റ്റിൽ? 1 2 3 7 ഉണ്ട്. അപ്പോൾ ആൻസർ എന്താണ്? 7:3 അല്ലേ. എല്ലാ നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 വരുന്നത് ഈ 4 നമ്പേഴ്സിലാണ്. 7ലും 14ലും 21ലാണ്. അപ്പോൾ അതിലൊക്കെ എല്ലാത്തിലും ഓരോ 7 വീതമുണ്ട്. അപ്പോൾ 7 × 7 × 7 അങ്ങനെ 3 ടൈംസ് വരും. 7⁻³ എന്ന് എഴുതാം. ഓക്കെ, ഇനി ബി. വാട്ട് ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് 10 ദാറ്റ് ക്യാൻ ഡിവൈഡ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 20 വിത്തൗട്ട് എ റിമൈൻഡർ? അതായത് 1 മുതൽ 20 വരെയുള്ള എല്ലാ നമ്പേഴ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന് 10ൻ്റെ ഏത് ഹയസ്റ്റ് പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് റിമൈൻഡർ 0 കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 10 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്രൈം നമ്പേഴ്സാണ്? 2 × 5 അല്ലേ. 2 5 എന്നീ 2 പ്രൈമിൻ്റെ പ്രോഡക്റ്റ് ആണ് അല്ലേ. 2 × 5 വരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിൽ. അപ്പോൾ 5 വരുന്നത് എത്ര? 2 ഒരുപാട് വരും അല്ലേ, കാരണം ഒരുപാട് ഈവൻ നമ്പേഴ്സ് വരുന്നുണ്ട്. 5 എത്ര വരുന്നുണ്ട്? നമുക്കറിയാം 5 × 1 അതിലൊരു 5 വരുന്നുണ്ട്. പിന്നെ 5 × 2 10 ആണ്. 10ൽ ഒരു 5 വരുന്നുണ്ട്. പിന്നെ 5 × 3 15 ആണ് അല്ലേ. 15ൻ്റെ ഒരു 5 വരുന്നുണ്ട്. പിന്നെ 5 × 4 20 അല്ലേ. അപ്പോൾ 20 എന്ന നമ്പറിൽ ഒരു 5 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 5 എന്ന നമ്പറിൽ ഒരു 5 വരുന്നുണ്ട്. 10 എന്ന നമ്പറിൽ ഒരു 5 വരുന്നുണ്ട്. 15 എന്ന നമ്പറിൽ ഒരു 5 വരുന്നുണ്ട്. 20 എന്ന നമ്പറിൽ ഒരു 5 ഉണ്ട്. അങ്ങനെ ടോട്ടൽ എത്ര 5 ഉണ്ട്? 1 2 3 4 5s ഉണ്ട് അല്ലേ. അപ്പോൾ 5 4 ടൈംസ് ഉണ്ട്. 2 പിന്നെ ഒരുപാട് ടൈംസ് ഉണ്ട് അല്ലേ. 2 × 1 2 വരുന്നുണ്ട്. 2 × 2 4 എന്ന നമ്പറിൽ 2 2s വരുന്നുണ്ട്. പിന്നെ 2 × 3 6 ആണ്. അപ്പോൾ അതിലൊരു 2 വരുന്നുണ്ട്. 2 × 4 8 ആണ് അല്ലേ. അതിൽ എത്ര 2 വരുന്നത്? 4നെ നമുക്ക് വീണ്ടും 2 × 2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ അവിടെ 3 2s ഉണ്ട്. അങ്ങനെ 2 ഒരുപാട് ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ 5 × 2 എത്ര വരുന്നുണ്ട് ഈ പ്രോഡക്റ്റിൽ? 2 × 5 2 × 5 അല്ലേ 10. 10 എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5 ആകെ 4 ടൈംസേ ഉള്ളൂ. അപ്പോൾ 5 × 2 അല്ലെങ്കിൽ 2 × 5 എത്ര ഉണ്ടാവും? 4 ടൈംസ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 4 ആണ് പവർ, 10ൻ്റെ പവർ അല്ലേ. സോ ദാറ്റ് ഈസ് 10⁻⁴ ആണ് ആൻസർ. ഓക്കെ, ഈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എയിൽ പറയുന്നത് 8⁴ × 8⁻² എന്ന് വെച്ചാൽ എന്താ? 8⁴ + 2 ആണ് അല്ലേ. അത് 8⁻6 ആണ് വേണ്ടത്. പക്ഷേ ഇതിൽ 8⁻8 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് തെറ്റാണ്. കറക്റ്റ് ഉള്ളത് ഏതാണ്? ഡി ആണ്. ഓക്കെ, ഡി ആണ്. കാരണം എന്താണ്? ഡിയിൽ എന്താ പറയുന്നത്? 3⁻3/3⁻6 എത്രയാണ്? 3⁻3നെ നമുക്ക് 3 × 3 × 3 3നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 3⁻6 എന്ന് വെച്ചാൽ 3യെ 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 3 × 3 ×
3 ഇൻറ്റു 3 അല്ലേ. ന്യൂമറേറ്ററിലുള്ള ഒരു 3യും ഡിനോമിനേറ്ററിലെ 3യും ക്യാൻസൽ ചെയ്തു. ന്യൂമറേറ്ററിലുള്ള ഒരു 3യും ഡിനോമിനേറ്ററിലെ 3യും ക്യാൻസൽ ചെയ്തു. ന്യൂമറേറ്ററിലെ 3യും ഡിനോമിനേറ്ററിലെ 3യും ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള എന്താ 1/3 ഇൻറ്റു 3 9 9 ഇൻറ്റു 3 27 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? ഡി ആണ് ആൻസർ. ഓക്കെ. "16 kilograms of rice was divided equally into 5 bags. How many kilograms of rice are there in a bag?" അതായത് 60 കിലോഗ്രാം റൈസ് 5 ബാഗിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബാഗിൽ എത്ര ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 5 ബാഗ്സിൽ എത്ര റൈസ് ഉണ്ട്? 16 കിലോഗ്രാം റൈസ് ഉണ്ട് അല്ലേ. അപ്പോൾ എമൗണ്ട് ഓഫ് റൈസ് ഇൻ 1 ബാഗ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ 5നെ ഇക്വേറ്റൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 5 ആകും അല്ലേ. സോ എമൗണ്ട് ഓഫ് റൈസ് ഇൻ 1 ബാഗ് ഈസ് 16/5. ഓക്കെ, 16/5 കിലോഗ്രാം ആണ്. ഇനി ബി, റൈറ്റ് ദ വെയിറ്റ് ഓഫ് റൈസ് ഇൻ കിലോഗ്രാംസ് ആൻഡ് ഗ്രാംസ്. റൈസിൻ്റെ വെയിറ്റ് കിലോഗ്രാമിലും ഗ്രാമിലും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം റൈസിൻ്റെ വെയിറ്റ് എത്രയാണ്? 16/5 കിലോഗ്രാം ആണ് അല്ലേ. 16/5 എത്രയാണ്? 3.2 ഗ്രാം, 3.2 ആണ് അല്ലേ. അപ്പോൾ 3.2 കിലോഗ്രാം ആണ് അല്ലേ. 3.2 കിലോഗ്രാമിനെ എങ്ങനെ എഴുതാം? ഈ 3 ഉള്ളത് കിലോഗ്രാം ആണല്ലേ. 3 കിലോഗ്രാം ആൻഡ് ഈ 0.2 കിലോഗ്രാം എന്ന് വെച്ചാൽ എത്ര? 0.2 കിലോഗ്രാം എന്ന് വെച്ചാൽ 0.2 ഇൻറ്റു 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ഗ്രാം ആണ് അല്ലേ. അപ്പോൾ 0.2 കിലോഗ്രാം എന്ന് വെച്ചാൽ 0.2 ഇൻറ്റു 1000 ഗ്രാം അല്ലേ. അതായത് ആദ്യം പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 1000 2000 ആണ്. പക്ഷെ പോയിന്റ് ഉണ്ടല്ലേ, പോയിന്റ് കഴിഞ്ഞ ഒരു വാല്യൂ ഉണ്ട്. സോ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ ഒരു വാല്യൂ വേണം. സോ ബാക്കിൽ നിന്ന് 1 കൊണ്ട് ഇതിൽ പോയിന്റ് ഇടാം, എന്നിട്ടൊരു പോയിന്റ് ഇടാം. അത്രയും ഗ്രാം അല്ലേ. 200.0 അതായത് 200 ഗ്രാം. നമുക്ക് എന്ത് എഴുതാം? 200 ഗ്രാം. 3 കിലോ ആൻഡ് 200 ഗ്രാം ആണുള്ളത്. ഇനി സി നോക്കാം. ഇഫ് ദ റൈസ് ഇൻ എ ബാഗ് ഈസ് ഡിവൈഡഡ് ഈക്വലി ഇൻറ്റു 5 കണ്ടെയ്നേഴ്സ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ടു ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് റൈസ് ഇൻ 5 കണ്ടെയ്നേഴ്സ്? ഓക്കെ, അപ്പോൾ ഒരു ബാഗിൽ വെയിറ്റ് എത്ര? റൈസിൻ്റെ വെയിറ്റ് 16/5 കിലോഗ്രാം ആണെന്ന് കണ്ട്. ഒരു ബാഗ് എത്ര കണ്ടെയ്നേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത്? 5 കണ്ടെയ്നേഴ്സ് ആണ് അല്ലേ. അപ്പോൾ വെയിറ്റ് ഓഫ് റൈസ് ഇൻ 5 കണ്ടെയ്നേഴ്സ് ആണ് എന്ത്? 16/5 അല്ലേ. കാരണം ഒരു ബാഗിൽ മുഴുവനും 5 കണ്ടെയ്നേഴ്സിലായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരു ബാഗിലുള്ള അത്രയും വെയിറ്റ് ഈ 5 കണ്ടെയ്നേഴ്സിലും ഉണ്ടാവും. അപ്പോൾ 5 കണ്ടെയ്നേഴ്സിൽ 16/5 ഉണ്ടെങ്കിൽ 1 കണ്ടെയ്നറിൽ എത്ര ആയിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട് ഈ 5നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 5 ആകും അല്ലേ. അപ്പോൾ എന്ത് വരും? 16/5/5. 16/5/5 അല്ലേ. ഡിവൈഡഡ് ബൈ 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 16/5 ബൈ എ നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻറ്റു അതിൻ്റെ റെസിപ്രോക്കലാണ് അല്ലേ. അപ്പം ബൈ 5നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റു 5ൻ്റെ റെസിപ്രോക്കൽ എന്താ? 1/5. ഓക്കെ, അത്രയും കിലോഗ്രാം ആണ്. അതായത് ആൻസർ ഡി ആണ് ആൻസർ. ഓക്കെ, ഇനി സി ഡി നോക്കാം. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് റൈസ് ഇൻ 3 സച്ച് കണ്ടെയ്നേഴ്സ്? 3 കണ്ടെയ്നേഴ്സിലെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം വെയിറ്റ് ഓഫ് റൈസ് ഇൻ 1 കണ്ടെയ്നർ 16/5 ഇൻറ്റു 1/5 ആണ്. അപ്പോൾ വെയിറ്റ് ഓഫ് റൈസ് ഇൻ 3 കണ്ടെയ്നേഴ്സ് എന്തായിരിക്കും? 3 ഇൻറ്റു 16/5 ഇൻറ്റു 1/5 കിലോഗ്രാം ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് 3 ഇൻറ്റു 16 എത്രയാണ്? 48 ആണ് അല്ലേ. സോ 48 ബൈ ഡിനോമിനേറ്ററിൽ 5 ഇൻറ്റു 5 25. അത്രയും കിലോഗ്രാം ആയിരിക്കും. ഓക്കെ, ഇനി ഈ നോക്കാം. ഈസ് 5/16 പാർട്ട് ഓഫ് 16/5 ആൻഡ് 3 1/5 ടൈംസ് ഓഫ് 5/16 ആർ ദ സെയിം? വൈ ആണോ? നമുക്ക് നോക്കാം. അത് നമുക്ക് 5/16 പാർട്ട് ഓഫ് 16/5 എത്രയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് എന്താ? 5/16 ഇൻറ്റു 16/5 ആണല്ലേ. അപ്പോൾ ന്യൂമറേറ്ററിൽ ഉള്ള 5ഉം ഡിനോമിനേറ്ററിൽ 5ഉം കൂടി ക്യാൻസൽ ചെയ്യും. കാരണം നടുക്ക് ഇൻറ്റു ആണ്, രണ്ട് ഫ്രാക്ഷന് ഇടയിൽ ഇൻറ്റു ആയതുകൊണ്ട് ഇങ്ങനെ
ചെയ്യാം. അപ്പം ന്യൂമറേറ്ററിലുള്ള 16 ഡിനോമിനേറ്ററിലുള്ള 16 ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള എന്താ 1 ആണ് അല്ലേ. ഇനി അടുത്ത എന്താണ് 3 1/5 ടൈംസ് ഓഫ് 5/16. എത്രയാണ് 3 1/5 ഇൻറ്റു 5/16 ആണ് അല്ലേ. അത് എത്രയാണ്? അത് നമുക്ക് 3 1/5നെ സാധാ ഫ്രാക്ഷൻ ആക്കാം. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണല്ലോ. അതെങ്ങനെ ആക്കാം? അത് 3 ഇൻറ്റു 5 അത് എത്രയാണ്? 15 ആണ്. പ്ലസ് ന്യൂമറേറ്റർ 1 ഡിനോമിനേറ്റർ 5, അതായത് 16/5 ആണ്. എന്ത് 3 1/5 എന്ന് വെച്ചാൽ അല്ലേ. അപ്പോൾ നമുക്ക് 3 1/5ന് പകരം 16/5 എന്ന് എഴുതാം ഇൻറ്റു ഈ 5/16. ഓക്കെ, ഇവിടെയും എന്താ ഈ ന്യൂമറേറ്ററിലുള്ള ഒരു 16ഉം ഡിനോമിനേറ്ററിലുള്ള 16ഉം ക്യാൻസൽ ചെയ്യാം. ന്യൂമറേറ്ററിലുള്ള 5ഉം ഡിനോമിനേറ്ററിലുള്ള 5ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള എന്താ 1 ആണ് അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? രണ്ടും 1 തന്നെയാണ്. യെസ് ആണല്ലേ. Look at these statements. The square of a prime number has only 3 factors. അത് കറക്റ്റ് ആണല്ലേ. The number of factors of powers of prime number is 1 more than its exponent. അതും കറക്റ്റ് ആണ്. The product of two different prime numbers will have 3 factors. അല്ല അല്ലേ, അത് കറക്റ്റ് അല്ല. പിന്നെ the product of 3 different prime numbers will have 8 factors. അത് കറക്റ്റ് ആണ്. അപ്പോൾ ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ്? ഇതിൽ ബി എന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് അല്ലേ. ബി ആണ് ആൻസർ. സി സം നമ്പേഴ്സ് വിച്ച് ആർ ദ പവേഴ്സ് ഓഫ് 2 2 4 8 16. റൈറ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് ഈച്ച് നമ്പേഴ്സ്. ഓക്കെ, ഓരോ നമ്പേഴ്സിൻ്റെയും ഫാക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് 2 എഴുതാം. 2ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം 2നെ എങ്ങനെ എഴുതാം. 2നെ നമുക്ക് 2 × 1 എന്ന രീതിയിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, കാരണം 2 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ 1ഉം 2 ആണ് 2ൻ്റെ ഫാക്ടേഴ്സ്. അടുത്ത ഫാക്ടേഴ്സ് ഓഫ് 4. 4ൻ്റെ ഫാക്ടേഴ്സിനെ എങ്ങനെ? 4നെ നമുക്ക് 4 × 1 എന്ന് എഴുതാം, പിന്നെ 2 × 2 എന്ന് എഴുതാം അല്ലേ. വേറെ രീതിയിലൊന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ 4ൻ്റെ ഫാക്ടേഴ്സ് എന്താ? 1ഉം 2ഉം 4ഉം ആണ് അല്ലേ. അടുത്ത 8 ആണ്. ഫാക്ടേഴ്സ് ഓഫ് 8. 8നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 8 × 1 എന്ന് എഴുതാം, പിന്നെ 4 × 2 എന്ന് എഴുതാം അല്ലേ. വേറെ രീതിയിലൊന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ 8ൻ്റെ ഫാക്ടേഴ്സ് എന്താ? 1 2 4 8. ഓക്കെ, ഇനി അടുത്ത നമ്പർ 16 ആണ്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 16 ഏതാണ്? 16നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 16 × 1 എന്ന് എഴുതാം, പിന്നെ 8 × 2 എന്ന് എഴുതാം, പിന്നെ 4 × 4 എന്ന് എഴുതാം. വേറെ രീതിയിലൊന്നും 16 എഴുതാൻ പറ്റില്ല. അപ്പോൾ 16ൻ്റെ ഫാക്ടേഴ്സ് ഏതാ? 1 2 4 8 16 അല്ലേ. ഓക്കെ, ഇനി എന്താ സി എന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ഈച്ച് നമ്പർ. ഈ ഓരോ നമ്പറിൻ്റെയും നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 2. 2ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? നമ്മൾ 1ഉം 2 അല്ലേ. അപ്പോൾ 1 2 ഫാക്ടേഴ്സ് ആണുള്ളത് അല്ലേ. അടുത്ത നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 4. അപ്പോൾ 4ന് എത്ര ഫാക്ടേഴ്സ്? നമുക്ക് 1 2 4 അല്ലേ. 1 2 3. അപ്പോൾ 3 ഫാക്ടേഴ്സ് ആണുള്ളത്. ഇനി അടുത്ത നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 8 ആണ്. 8ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1 2 3 4 4 ആണല്ലേ. സോ 4 ഫാക്ടേഴ്സ് ആണുള്ളത്. പിന്നെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 16 ആണ്. 16ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1 2 3 4 5. അപ്പോൾ 5 ഫാക്ടേഴ്സ് ആണുള്ളത്. ഇനി ഡി നോക്കാം. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ നമ്പർ ആൻഡ് ദ സം ഓഫ് ഫാക്ടേഴ്സ് എക്സ്ക്ലൂഡിങ് ദ നമ്പർ? അതായത് നമ്പർ ഇല്ലാതെ ബാക്കി ഫാക്ടേഴ്സ് ഇല്ലേ, അവയുടെ സമ്മും ഈ നമ്പറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സം ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 2 എക്സ്ക്ലൂഡിങ് 2 എത്രയാണെന്ന് നോക്കാം. അതായത് 2ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2 ആണല്ലോ. അപ്പോൾ അതിൽ 2 ഇല്ലാതെ 2 എക്സ്ക്ലൂഡ് ചെയ്യണം അല്ലേ. 2 അല്ല നമ്പർ, അപ്പോൾ അത് എക്സ്ക്ലൂഡ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളത് 1 ആണ്. അപ്പോൾ സം എന്താ? 1 തന്നെയാണ്. ഇനി സം ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 4 എക്സ്ക്ലൂഡിങ് 4 എത്രയാണെന്ന് നോക്കാം.
അപ്പോൾ 4ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 4 ആണ്. അതിൽ 4 നമ്മൾ എടുക്കാൻ പാടില്ല, എക്സ്ക്ലൂഡ് ചെയ്യണം. അപ്പോൾ 1ഉം 2 അല്ലേ, അപ്പോൾ അവയുടെ സമ്മ് 1 + 2 അത് എത്രയാണ്? 3 ആണ് അല്ലേ. ഇനി സം ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 8 എക്സ്ക്ലൂഡിങ് 8 എത്രയാണെന്ന് നോക്കാം. 8ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 4, 8 ആണ്. അതിൽ 8 എക്സ്ക്ലൂഡ് ചെയ്താൽ 1ഉം 2ഉം 4ഉം ആണ്. അവയുടെ സമ്മ് 1 + 2 + 4 അത് എത്രയാണ്? 1 + 2 3 ആണ്, 3 + 4 7 ആണ് അല്ലേ. ഇനി സം ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 16 എക്സ്ക്ലൂഡിങ് 16 എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 16 ഇല്ലാതെ 16ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 4, 8, 16 ഒക്കെയാണ് 16ൻ്റെ ഫാക്ടേഴ്സ്. അതിൽ 16 എടുക്കണ്ട, അപ്പോൾ ബാക്കി 1, 2, 4, 8 ആണ്. അപ്പോൾ അവയുടെ സമ്മ് 1 + 2 + 4 + 8 അത് എത്രയാണ്? 8 + 2 10 ആണ്, 10 + 4 14, 14 + 1 15 ആണ് അല്ലേ. അപ്പോൾ ഈ കിട്ടിയിട്ടുള്ള ആൻസേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 7, 15 ഇതും ആ നമ്പേഴ്സും. അപ്പോൾ 1ഉം ഈ 2ഉം തമ്മിൽ ആണ് ബന്ധം. അതേപോലെ ഈ 3ഉം 4ഉം തമ്മിൽ എന്താണ് ബന്ധം? അതേപോലെ 7ഉം 8ഉം തമ്മിൽ എന്താണ് ബന്ധം? അതേപോലെ 15ഉം 16ഉം എന്താണ് ബന്ധം? എന്താന്ന് വെച്ചാൽ 2നേക്കാൾ 1 കുറവാണ് 1, 4നേക്കാൾ 1 കുറവാണ് 3, അടുത്തതിൽ 8നേക്കാൾ 1 കുറവാണ് 7, അടുത്തതിൽ 16നേക്കാൾ 1 കുറവാണ് 15 അല്ലേ. സോ ദ സം ഓഫ് ഫാക്ടേഴ്സ് ഓഫ് നമ്പർ എക്സ്ക്ലൂഡിങ് ദാറ്റ് നമ്പർ ഈസ് 1 ലെസ് ദാൻ ദാറ്റ് നമ്പർ. Some algebraic expression given in column 1 have equal expressions in column 2. അപ്പോൾ x - y + z എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്താ? 3 ആണല്ലേ. അപ്പോൾ 1 എന്താണ്? 3 ആണ്. പിന്നെ 2 എന്താ? x - y - z. അപ്പോൾ എന്ത് വരും? x - y - z എന്ന് വരുമ്പോൾ എക്സിൻ്റെ സൈന് പോസിറ്റീവും വൈൻ്റെ സൈൻ വൈയും സെഡും മൈനസ് ആണല്ലേ. അത് വരുന്നത് ഇതാണ്, ഫസ്റ്റ് ഓപ്ഷൻ ആണല്ലേ, 2 ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ, അപ്പോൾ 2 ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ. പിന്നെ എന്താണ് മൂന്നാമത്തത്? x + y - z. എക്സിൻ്റെയും വൈയുടെയും സൈന് പോസിറ്റീവും സെഡ് മാത്രം മൈനസ് ആണ്. അത് വരുന്നത് എവിടെയാണ്? ഫോർത്ത് ഓപ്ഷൻ ആണല്ലേ. അപ്പോൾ മൂന്നാമത്തത് എന്താണ്? ഫോർത്ത്. അപ്പോൾ അങ്ങനെ വരുന്നത് ഏതാണ്? 1, 3, 2, 1, 3, 4 അത് സി എന്ന ഓപ്ഷൻ ആണല്ലേ. അപ്പോൾ സി ആണ് ആൻസർ. ഓക്കെ. Write the statement given below using shorthand. Sum of 10 times a number and 4 times the same number is 14 times the same number. അങ്ങനെ എഴുതാം. അപ്പോൾ നമ്പർ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ സം ഓഫ് 10 ടൈംസ് ദ നമ്പർ എന്ന് പറയുമ്പോൾ 10x ആൻഡ് 4 ടൈംസ് ദ സെയിം നമ്പർ അല്ലേ. അപ്പോൾ 4x ഇത് രണ്ടും സമ്മാണ് ചെയ്തിട്ടുള്ളത്. ഈസ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഈസ് ഈക്വൽ ടു എത്രയാണ്? 14 ടൈംസ് ദ സെയിം നമ്പർ അല്ലേ. 14 ഇൻറ്റു എക്സ്, അതായത് 14x അല്ലേ. വേർ എക്സ് ഈസ് ഈക്വൽ ടു നമ്പർ എന്താണ്? എക്സ് ആണ്. ഓക്കെ. ഇനി സി നോക്കാം. ഡു ദ ഫോളോയിങ് കാൽക്കുലേഷൻ മെൻ്റലി. റൈറ്റ് ദ മെത്തേഡ് യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻ. 410 മൈനസ് 6.5 മൈനസ് 3.5നെ നമുക്ക് എങ്ങനെ എഴുതാം? 410 മൈനസ് 6.5 പ്ലസ് 3.5 എന്ന രീതിയിൽ എഴുതാം അല്ലേ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് മെത്തേഡ്? x - y - z എന്ന് പറഞ്ഞാൽ എന്താണ്? x - y + z ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ മെത്തേഡാണ്. ഓക്കെ. ദാറ്റ് ഈസ് 410 മൈനസ് 6.5 പ്ലസ് 3.5 എത്ര? 10 ആണല്ലേ. അപ്പോൾ 410 മൈനസ് 10 എത്ര? 400 ആണ് ആൻസർ. ഓക്കെ. ഇനി ഡി നോക്കാം. റൈറ്റ് x + y - x = y ഇൻ ഓർഡിനറി ലാംഗ്വേജ്. ഇത് ഓർഡിനറി ലാംഗ്വേജിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സ് ഒരു നമ്പറും വൈ അനദർ നമ്പറും അല്ലേ. അപ്പോൾ എന്താ പറയുക? എ നമ്പർ ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ദ സം ഓഫ് ദ സെയിം നമ്പർ ആൻഡ് അനദർ നമ്പർ ഗീവ്സ് അനദർ നമ്പർ എന്ന് പറയാം അല്ലേ.
ഈ നോക്കാം. ഈസ് 10 minus 4 minus 2 and 10 minus 4 minus 2 the same? Write the step of calculation. അപ്പോൾ ആദ്യം 10 minus 4 minus 2 നോക്കാം. അത് എത്രയാണ്? 10 minus 4 minus 2 എന്താ? 2 അല്ലേ? അപ്പോൾ 10 minus 2 എന്താ? 8 ആണ്. ഓക്കെ, ഇനി അടുത്തത് 10 minus 4 minus 2. 10 minus 4 6 ആണ്. മൈനസ് 2, 6 minus 2 എന്താ? 4 ആണല്ലേ? നോ. ആൻസർ എന്താണ്? നോ. ഓക്കെ, Lena sold 3.5 liters of milk a day. She got 51.50 rupees for 1 liter of milk. How much rupees did Lena get from selling the milk that day? 1 liter milk വിൽക്കുമ്പോൾ ലീനയ്ക്ക് എത്ര റുപ്പീസ് കിട്ടും? 51.50 റുപ്പീസ് കിട്ടും അല്ലേ? അപ്പോൾ പ്രൈസ് ഓഫ് 1 ലിറ്റർ ഓഫ് മിൽക്ക് എത്രയാണ്? 51.50 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ ആ ഡേ 3.5 ലിറ്ററാണ് മിൽക്ക് സോൾഡ് ആയത് അല്ലേ? അപ്പോൾ പ്രൈസ് ഓഫ് 3.5 ലിറ്റർ മിൽക്ക് എത്രയാണ്? 3.5 ഇൻറ്റു 51.50 റുപ്പീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെത്രയാണ്? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എത്രയാണ്? അത് പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. 51.50 എന്ന് വെച്ചാൽ 51.5 ആണ്. ഓക്കെ, അപ്പോൾ പോയിന്റ് ഇല്ലാതെ 515 ഇൻറ്റു 3.5നെയും പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം, അതായത് 35. അത് എത്രയാണ്? 18,025 ആണ്. പക്ഷേ 51.5ഉം 3.5 ആണ്. ആദ്യത്തെ നമ്പറിൽ പോയിന്റ് കഴിഞ്ഞ ഒരു വാല്യൂ ഉണ്ട്, രണ്ടാമത്തെ നമ്പറിൽ പോയിന്റ് കഴിഞ്ഞ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ 2 വാല്യൂസ് ആണ്. സോ ബാക്കിൽ നിന്ന് 2 കൊണ്ട് ചെയ്തൊരു പോയിന്റ് ഇടാം, 1 2 എന്നിട്ട് പോയിന്റ് ഇടാം. അപ്പോൾ ആൻസർ എന്താണ്? 180.25 റുപ്പീസാണ് എന്ത് അവൾക്ക് അന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി ബി നോക്കാം. ഓൺ അതർ ഡേ ലീന ഗോൺ 256.25 from selling 5 liters of milk. How much rupees did she get for 1 liter of milk? അപ്പോൾ പ്രൈസ് ഓഫ് 5 ലിറ്റർ മിൽക്ക് ആണ് എന്ത്? 256.25 റുപ്പീസ്. അപ്പോൾ പ്രൈസ് ഓഫ് 1 ലിറ്റർ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ 5നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തെ കൊണ്ടപ്പോൾ ബൈ 5 ആകും. സോ പ്രൈസ് ഓഫ് 1 ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് ഇക്വൽ ടു 256.5 by 5. അതെത്രയാണ്? അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ പോയിന്റ് ഡെസിമൽ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂസ് ഉണ്ട്? 2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ 2 zeros ഉള്ള 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? പോയിന്റ് മാറിപ്പോകും അല്ലേ? അപ്പോൾ 256.25 ഇൻറ്റു 100 ചെയ്തു ബൈ 5നെയും നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 100. ന്യൂമറേറ്ററിൽ എന്ത് ചെയ്തു അതേപോലെ ഡിനോമിനേറ്ററിലും ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററിൽ നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു 100 ചെയ്തു. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഇൻറ്റു 100 ചെയ്തു. അത്രയും റുപ്പീസ് അല്ലേ? ദാറ്റ് ഈസ് എത്ര? 256.25 ഇൻറ്റു 100 എന്ന് വരുമ്പോൾ എന്ത് വരും? 25625. പിന്നെ 2 സീറോസും പോയിന്റ് ഇല്ലാതെ ഇതാണ് ആൻസർ വരിക. പക്ഷേ പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂസും വേണം. സോ 1 2 എന്നിട്ട് പോയിന്റ് ഇടും. അപ്പോൾ എന്ത് കിട്ടും? 25,625. ഇതാണ് എന്ത്? 256.25 ഇൻറ്റു 100 എന്ന് വെച്ചാൽ അല്ലേ? ആ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ 100 കൊണ്ട് ചെയ്ത്. ഓക്കെ, ബൈ എന്ത്? 5 ഇൻറ്റു 100 500. അത് എത്രയാണ്? അപ്പോൾ ആൻസർ എത്രയാണ്? 51.25 റുപ്പീസ് ആണല്ലേ? ഇനി സി നോക്കാം. Which of the following is equal to 0.45 into 1.45? 0.45നെ നമുക്ക് എങ്ങനെ സാധാ ഫ്രാക്ഷൻ ആക്കാം? ആദ്യം പോയിന്റ് ഇല്ലാതെ എഴുതാം. അതെന്താ? 45 ആണ്. ബൈ ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഇട്ട് കൊടുക്കണം? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂസ് അല്ലേ? അപ്പോൾ 2 zeros ഇട്ട് കൊടുക്കണം അല്ലേ? 100 ഇൻറ്റു ഇനി 1.45നെ എങ്ങനെ സാധാ ഫ്രാക്ഷൻ ആക്കാം? ആദ്യം പോയിന്റ് ഇല്ലാതെ നമ്പർ എഴുതാം. 145 ബൈ പോയിന്റ് കഴിഞ്ഞ് എത്ര വാല്യൂസ് ഉണ്ട്? 1 2. അപ്പോൾ 2 zeros ആണ് ഡിനോമിനേറ്ററിൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 100. അപ്പോൾ 45 by 100 ഇൻറ്റു 145 by 100. അത് ഏതാണ്? സി എന്ന ഓപ്ഷൻ ആണല്ലേ? സോ
സി ആണ് ആൻസർ. One side of a hexagon is 2.16 centimeter. What is its perimeter? അതായത് ഒരു ഹെക്സഗന്റെ ഒരു സൈഡ് 2.16 സെന്റിമീറ്റർ ആണ്. അപ്പോൾ പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിൻ്റെയും സം അല്ലേ. ഹെക്സഗണിന് എത്ര സൈഡാണ്? 6 സൈഡ് അല്ലേ. അപ്പോൾ 6 ഇൻറ്റു 1 സൈഡ് എത്ര? 2.16 സെന്റിമീറ്റർ അല്ലേ. അതായത് 6 ഇൻറ്റു 2.16നെ നമുക്ക് എങ്ങനെ സാധാ ഫ്രാക്ഷൻ ആക്കുക? ആദ്യം പോയിന്റ് ഇല്ലാതെ എഴുതാം. 216 ബൈ ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് വേണം? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂസ് അല്ലേ. അപ്പോൾ 2 സീറോസ്. അപ്പോൾ 216/100 ആണ് എന്ത്? 2.16 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് പെരിമീറ്റർ. ഓക്കെ, അപ്പോൾ 216 ഇൻറ്റു 6 എത്രയാണ്? 1296 ആണ് അല്ലേ. അപ്പോൾ 1296/100 ഇതെങ്ങനെ എഴുതാം? ആദ്യം ന്യൂമറേറ്റർ അതേപോലെ എഴുതാം, 1296. ഇനി പോയിന്റ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ആണ്? 1 2 സീറോസ് ഉണ്ട്. അപ്പോൾ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂസ് വേണം. സോ ബാക്കിൽ നിന്ന് 2 കൊണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇടാം. 1 2 എന്നിട്ട് പോയിന്റ് ഇടാം. ഓക്കെ, അപ്പോൾ എന്താണ്? 12.96 ആണ് എന്ത്? അത്രയും സെന്റിമീറ്റർ ആണ് എന്ത്? പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇനി ബി, ദ ലെങ്ത് ഓഫ് റെക്ടാംഗിൾ is 6.5 ആൻഡ് ബ്രെഡ്ത്ത് is 4.5. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? റെക്ടാംഗിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലേ. അപ്പോൾ ലെങ്ത് എത്രയാണ്? 6.5 ആണ് തന്നിട്ടുണ്ട്. ഇൻറ്റു ബ്രെഡ്ത്ത് 4.5 സെൻറ്റിമീറ്ററും അല്ലേ. അപ്പോൾ 6.5നെ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം പോയിന്റ് ഇല്ലാതെ എഴുതാം. 65/10 എന്ന് എഴുതാം. ഇൻറ്റു 4.5നെ 45/10 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. 65 ഇൻറ്റു 45 എത്രയാണ്? 2925 ആണ്. ബൈ 10 ഇൻറ്റു 10 100 അല്ലേ. ഇതെങ്ങനെ എഴുതാം? ആദ്യം പോയിന്റ് ന്യൂമറേറ്റർ അതേപോലെ എഴുതാം. എത്ര? 2925. ഈ പോയിന്റ് ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടി ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട്. അപ്പോൾ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂസ് വേണം. സോ ബാക്കിൽ നിന്ന് 2 കൊണ്ടിട്ട് പോയിന്റ് ഇടാം. 1 2 എന്നിട്ട് പോയിന്റ് ഇടാം. ഇനി സി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 2.16 ഇൻറ്റു 1.6. അപ്പോൾ ആദ്യത്തെ നമ്പറിൽ പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂസ് ഉണ്ട്. രണ്ടാമത്തെ നമ്പറിൽ പോയിന്റ് കഴിഞ്ഞ് 1 വാല്യൂ ഉണ്ട്. അപ്പോൾ ടോട്ടൽ പോയിന്റ് കഴിഞ്ഞ് 3 വാല്യൂസ് വേണം ആൻസറിൽ. ഓക്കെ, അപ്പോൾ എ ഓപ്ഷനിൽ 2 ഡെസിമൽ പ്ലേസേ ഉള്ളൂ പോയിന്റ് കഴിഞ്ഞിട്ട്. ബി ഓപ്ഷനിൽ 3 ഉണ്ട് അല്ലേ. ബാക്കിയുള്ള ഓപ്ഷനിൽ ഇതിൽ സിയിൽ 4 ആണ്. 3 ആൻസർ ഉള്ളത് ബി അല്ലേ. സോ ദ ആൻസർ ഈസ് ബി. What is the length of one side of square with perimeter? 16.4 centimeter. സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 4 ഇൻറ്റു സൈഡ് ആണ് അല്ലേ. അപ്പോൾ 4 ഇൻറ്റു സൈഡ് ആണ് 16.4 സെൻറ്റിമീറ്റർ. ഇതിൽ നിന്ന് സൈഡ് കാണാം. അതിന് വേണ്ടിയിട്ട് 4നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 4നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 4 ആകും. സോ സൈഡ് ഈസ് ഇക്വൽ ടു 16/4/4. 16/4 എന്ന് വെച്ചാൽ എന്താ? 164/10 ആണല്ലേ. ഇൻറ്റു ഈ 4. അപ്പോൾ 164/4 എത്രയാണ്? 41 ആണല്ലേ. സോ 41/10 അതായത് 4.1 സെൻറ്റിമീറ്റർ.